ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ആക്സിഡൻറ്റ് വർക്കായിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഇടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാമേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ഉള്ള പാർട്സുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട്, വീഡിയോ റിപ്പോർട്ടാണ് ഞാനിപ്പോൾ പറയണേ. അപ്പോൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് അറിയാനായിട്ട് പറ്റും. ഫ്രണ്ട് വീലുമേ നമുക്ക് ഈ ഭാഗത്ത് ഇടി കൊണ്ടിട്ട് ഇത് ബെൻഡായേക്കാം. കാരണം ഇതിപ്പോൾ നോക്കുമ്പോൾ അറിയാം കറക്റ്റ് ഇതുമേക്കടെ കുരഞ്ഞ് വന്ന് ഇടിച്ചാണ്. ഇത് അലൈ വീല് ബെൻഡായേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീല് റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഷെയ്ക്ക്, അതായത് വണ്ടി വെട്ടൽ കാണിക്കും. ഓടിക്കുമ്പോൾ നല്ല വെട്ടലായിരിക്കും കാണിക്കണം കേട്ടോ. അപ്പോൾ അത് അലൈ വീല് നമുക്ക് മാറ്റണം. അലൈ വീല് ഇച്ചിരി കോസ്റ്റ്ലിയാണ്, ഏകദേശം 4000 രൂപ മുകളിൽ നമുക്ക് ചിലവ് തന്നെയുണ്ട്. പിന്നെ ഫോർക്ക് ബെൻഡാണ്. ഫോർക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. മെയിനായിട്ട് അത്രയും തിരിച്ചിൽ വന്നേക്കുന്നത് ഫോർക്കിന് അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഹൈഡ്രോളിക് പ്രസ് കയറ്റിയാൽ ലെവൽ ചെയ്യാം. പക്ഷേ ഈ ഇരിക്കുന്ന T-ഫോർക്ക് എന്ന് പറയുന്ന ഈ യൂണിറ്റ് അത് ശരിക്കും പൊസിഷൻ ചേഞ്ച് ആയിപ്പോയി. അതും അതിൻ്റെ മുകളിൽ ഷോക്ക് ഓബ്സർ പിടിപ്പിക്കുന്ന ആ ഭാഗം, ആ പ്ലേറ്റ് രണ്ടെണ്ണം മാറ്റിയിട്ട് ഫോർക്ക് ലെവൽ ചെയ്ത് പിടിപ്പിച്ചാലാണ് ആ ഭാഗം കറക്റ്റ് ആവുള്ളൂ. അതുകൂടാണ്ട് പിന്നെ ഹാൻഡിൽ ബാർ ബെൻഡുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ വരുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ മിറർ പൊട്ടിപ്പോയിട്ടുണ്ട്, ഇൻഡിക്കേറ്ററുകൾ പൊട്ടിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് മൺകാട് പൊട്ടിയിരിക്കുകയാണ്, മൊത്തത്തിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇരിക്കണ വൈസർ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഹെഡ്ലൈറ്റ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല. കാരണം ഞാൻ ഹെഡ്ലൈറ്റിന് ഈ ഒരു സ്ക്രാച്ച് ഉണ്ട്. ഇപ്പോൾ ഈ സ്ക്രാച്ച് മാറണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയത് വെക്കേണ്ടി വരും. നേരെ മറിച്ച് അതിന് വേറെ പൊട്ടലൊന്നും കാണുന്നില്ല, ഉള്ളിൽ നിന്നൊന്നും പൊട്ടിയിട്ടില്ല. അപ്പോൾ കാരണം തൽക്കാലം അത് എസ്റ്റിമേറ്റിൽ പെടുത്താൻ ഞാൻ അത് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുതിയത് വെക്കേണ്ടി വരും കേട്ടോ. പിന്നെ അതേപോലെ ഹെഡ്ലൈറ്റ് ബ്രാക്കറ്റൊക്കെ ഡാമേജാണ്, ബ്രാക്കറ്റൊക്കെ ബെൻഡായി. അത് ഇടി കൊണ്ടപ്പോൾ മൊത്തത്തിൽ പൊട്ടിപ്പോയതാണ്. അത്യാവശ്യം ഈ വേണ്ട ഭാഗങ്ങൾ അത്യാവശ്യം വണ്ടിക്ക് ആവശ്യമായിട്ട് വരുന്ന പാർട്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. ഇപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അതനുസരിച്ച് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അത്യാവശ്യം പാർട്സുകൾ ഓർഡർ ചെയ്ത് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മളിപ്പോൾ വന്ന എസ്റ്റിമേറ്റ് എമൗണ്ടിൻ്റെ ഒരു 50% നമ്മൾ അടച്ചാലാണ് ഞങ്ങൾക്ക് പാർട്സ് എടുക്കാനും പറ്റുള്ളൂ കേട്ടോ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്ന് നേരിട്ട് അടയ്ക്കുക അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ച് അടയ്ക്കുക, എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ആ രീതിയിൽ അതിനുള്ള ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഇപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. എന്നിട്ട് വേണം ഞങ്ങൾക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്.